വയനാട് കൽപ്പറ്റയ്ക്കടുത്ത് പിണങ്ങോട് എന്ന കൊച്ചു ഗ്രാമത്തിലെ അയ്യൂബ് ലൈല ദമ്പതിമാരുടെ കൊച്ചു താമസ സ്ഥലമാണിത്. എന്നാൽ ഈ വീടും പരിസരവും സ്വയം പ്രയത്നത്താൽ ഒരു കാർഷിക കേന്ദ്രമാക്കിയിരിക്കുകയാണ് ഇവർ. പറമ്പിൽ നിറയെ ഗിരിരാജ കോഴികൾ, നാടൻ കോഴികൾ, വിവിധ ഇനം താറാവുകൾ. വലിയ ചിലവില്ലാതെ ഇവയെല്ലാം വളർത്തി മുട്ട സ്വന്തം ആവശ്യത്തിനടുത്ത് ബാക്കിയുള്ളത് പുറത്തു വിറ്റ് ചെറിയ ലാഭമുണ്ടാക്കുകയാണ് ഈ കുടുംബം. ഇവർ താമസിക്കുന്ന നീളത്തിലുള്ള ഈ കെട്ടിടത്തിന് മുകളിൽ നിറയെ പച്ചക്കറികൾ കായ്ച്ചു നിൽക്കുന്നു. പച്ചമുളക്, തക്കാളി, വെണ്ടയ്ക്ക, ചുരങ്ങ, വഴുതിന, ചീര ഇങ്ങനെ നീണ്ടുപോകുന്നു ഇവയുടെ നിര. ഗൃഹനാഥനായ അയ്യൂബാണ് ഇതിനെല്ലാം മേൽനോട്ടം വഹിച്ചിരുന്നത്. എന്നാൽ ഈയിടെ അയ്യൂബ് ബംഗളൂരുവിനടുത്ത് ബേക്കറി കച്ചവടം തുടങ്ങി. ഇപ്പോൾ എല്ലാം നോക്കി നടത്തുന്നത് ഭാര്യ ലൈലയാണ്. സഹായത്തിന് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിന് പഠിക്കുന്ന മകൻ മാഹിർ ഗസാരിയുമുണ്ട്. ഒഴിവ് കിട്ടുന്ന സമയത്താണ് കൃഷിയിലും മറ്റു കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതെന്ന് ലൈല പറഞ്ഞു. കോഴിമുട്ടയും പച്ചക്കറിയൊക്കെ കിട്ടും. പീടികയിൽ വളം ഇടുന്ന പച്ചക്കറി വാങ്ങി തിന്നണ്ടല്ലോ. നമ്മൾ ആവശ്യത്തിനുള്ള നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കുക. പയറ്, വഴുതന, തക്കാളി, കോവക്ക, വാളങ്ങപ്പയർ, ചീര, പച്ചമുളക് നമ്മൾ ആവശ്യത്തിനൊക്കെ കിട്ടും. പിന്നെ അയൽവാസിയൊക്കെ അടുത്തുള്ളവർക്ക് കുടുംബത്തിലൊക്കെ കൊടുക്കും. കോഴി നാടനും ഗിരിരാജ്, പ്ലെയിൻ ഡക്കും താറാവും ആവശ്യത്തിനടുത്ത് ബാക്കി വിൽക്കും. മാർക്കറ്റിൽ ലഭിക്കുന്ന വിഷമടങ്ങിയ പച്ചക്കറികൾക്ക് പകരം ശുദ്ധമായ പച്ചക്കറി ലഭിക്കുമെന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഗുണമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഉപ്പ സ്ഥലത്തില്ലാത്തതിനാൽ മാഹിറിനിപ്പോൾ കൂടുതൽ സമയം കാര്യങ്ങൾ നോക്കി നടത്താൻ വേണം. എന്നാൽ പഠിത്തം കഴിഞ്ഞുള്ള സമയം ഇതിനായി തികയുന്നില്ലെന്ന് മാഹിർ പറയുന്നു. ഒരുപാടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. ഇതിപ്പോൾ ഉപ്പ ചെറിയൊരാവശ്യത്തിന് വേണ്ടി ഇപ്പോൾ ഇതൊക്കെ കുറേയൊക്കെ ഇപ്പം അല്ലാണ്ട് ഇപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്നതും കൊണ്ട് പഠനാവശ്യത്തിന് വേണ്ടി പോകുന്നതും കൊണ്ട് കൂടുതൽ സമയം അവിടെ ഉണ്ടാവില്ല. ചെറുപ്പം തന്നെ പണ്ട് തന്നെ പച്ചക്കറി നടുകയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് പിന്നെയാണ് വാർപ്പിൻ്റെ മുകളിൽ ചെയ്യാനുള്ളൊരു മനസ്സിലായത്. അങ്ങനെ ഹൈബ്രിഡ് വിത്തുകളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ വാർപ്പിൻ്റെ മുകളിൽ ഇത് തുടങ്ങിയത്. ഹൈബ്രിഡ് വിത്തുകൾ, തൈകളൊക്കെ കിട്ടും നഴ്സറികളിൽ നിന്ന്. 5 റുപ്യ തോതിലും 3 റുപ്യ തോതിലൊക്കെ ഓരോ തൈകളൊക്കെ കിട്ടും. അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ചെയ്തുണ്ടാക്കിയതാണ്. ഇതിപ്പോൾ 3 പ്രാവശ്യം ഇപ്പോൾ ചെയ്യുന്നത്. ഇത് വർഷത്തിന് ഇങ്ങനെ മാറ്റി കൊടുക്കണം. വീടിന് ചുറ്റുമുള്ള കൊച്ചു സ്ഥലവും നിറയെ ഫലവൃക്ഷങ്ങളാണ്. കൃഷിയും കോഴി വളർത്തലും കൂടാതെ സോപ്പ് നിർമ്മാണം, സോപ്പ് ലായനി നിർമ്മാണം എന്നിവയും പഠിച്ചിട്ടുണ്ട് ലൈല. ഇതും സാമ്പത്തികമായി ഏറെ ഗുണം ചെയ്യുന്നുണ്ടെന്ന് ഇവർ പറഞ്ഞു. ഇതിൻ്റെ പുറമെ ഒരു മാഷ് വന്ന് പഠിപ്പിച്ചതായിരുന്നു. സോപ്പും പൊടി, സോപ്പ്, ആർപ്പിക്ക്, ഫേരി എല്ലാം ഉണ്ടാക്കി സ്വന്തം ആവശ്യത്തിന് തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കലാണ്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്നേക്കാളും നല്ല ലാഭം നമ്മൾ സ്വന്തം ഉണ്ടാക്കി ഉപയോഗിച്ചാൽ കുറേ നാൾ കിട്ടും. നല്ല ക്വാളിറ്റി ഉള്ള സാധനം നമുക്ക് തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കുക. അധികം സ്ഥലവും സൗകര്യങ്ങളും ഇല്ലാതെയും ഇത്തരത്തിൽ പച്ചക്കറി കൃഷിയും കോഴി വളർത്തലുമെല്ലാം നടത്താമെന്നുള്ളതിൻ്റെ ഉത്തമ മാതൃകയാവുകയാണ് ലൈലയുടെ ഈ കൃഷിയിടം.